പൊറോട്ടയും ചിക്കനും കഴിച്ചതിന്റെ ക്ഷീണമാണ് ഈ മുഖത്ത് ഫുള്ളും കാണുന്നത്. അതെ, ഫുള്ളും ഛർദിലായിരുന്നു ഗൈസ്. വെള്ളം കുടിക്കുക, ഛർദിക്കുക, കട്ടൻ കുടിക്കുക, ഛർദിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തിനാണ് പൊറോട്ടയും ചിക്കനൊക്കെ കഴിച്ചെന്നല്ലേ? ആ കടയിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ പണി കിട്ടിയ എക്സ്പ്രഷനാണ് ഗൈസ് അത്. അങ്ങനെ ഛർദിച്ച് നമ്മൾ വയനാട് എത്തിയത് അറിഞ്ഞില്ല. തേയിലത്തോട്ടം കൊണ്ട് നിറഞ്ഞിരിക്കുമായിരുന്നു വയനാട്. അങ്ങനെ നമ്മൾ വയനാടിന്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോകുന്നത് നമ്മുടെ ഉബൈദിക്കാന്റെ റിസോർട്ടിലോട്ടാണ് കേട്ടോ. നാട്ടിൽ നിന്ന് വരുമ്പോഴേ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഏതെങ്കിലും റിസോർട്ട് എടുത്ത് അവിടെ പോയി താമസിക്കണം. ഛർദിച്ച് ശരീരത്തിൽ വെള്ളം അല്ലാതെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഇടിയപ്പവും കടലയും എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. കാര്യമുണ്ടായില്ല ഉണ്ണി, അതും ഛർദിച്ചു ഞാൻ. ഛർദിലെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ റിസോർട്ടിലോട്ട് തിരിച്ചു. അപ്പോൾ ദാ കിടക്കുന്നു, വണ്ടി പഞ്ചറായി. പിന്നെ നമ്മൾ നമ്മുടെ ലഗേജ് ഒക്കെ എടുത്തോണ്ട് നമ്മൾ നമ്മുടെ റിസോർട്ടിന്റെ അടുത്തോട്ട് നടന്നു. ഈ കാണുന്നതാണ് നമ്മുടെ ഉബൈദിക്കയുടെ വയനാട്ടിലെ റിസോർട്ട്. അവർക്ക് ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് റിസോർട്ട്സ് ഉണ്ട്. ഊട്ടിയിലുണ്ട്, അങ്ങനെ കുറേ സ്ഥലത്തൊക്കെ റിസോർട്ട് എടുക്കാനുള്ള മെയിൻ കാരണം ഒന്ന് ഈ സ്വിമ്മിംഗ് പൂളാണ്. ഞാൻ ഛർദിച്ച് ക്ഷീണിച്ച് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. പക്ഷെ എന്റെ കസിൻസ് ഒക്കെ ഫുള്ളും വെള്ളം കണ്ടപ്പോഴേ വെള്ളത്തിലോട്ട് ചാടി. വെക്കേഷനൊക്കെ ഫാമിലി ആയിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഉബൈദിക്ക നല്ല അഫോർഡബിൾ പ്രൈസിന് നമുക്ക് തരുന്നതാണ്. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഈ കുട്ടിപ്പട്ടാളങ്ങളാണ്. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കുറച്ച് എനർജി കിട്ടിയപ്പോ ഞാനും ചാടി പൂളിലോട്ട്. ഞാൻ ചാടിയപ്പോ കൂടെ ഉമ്മയും മാമിമാരും എല്ലാരും വെള്ളത്തിലോട്ട് ചാടി. ഇനി നമുക്ക് സ്വല്പം കുളിസീൻ കാണാം. ഇത്രയും കഷ്ടപ്പെട്ട് ഒളിഞ്ഞു നോക്കാൻ എന്തായിരുന്നു അവിടെ കാഴ്ച? ഒരു കുളിസീൻ. പിന്നെ കുളി കഴിഞ്ഞ് പോയിക്കാണോ? പിന്നെ നമ്മൾ വെള്ളത്തിൽ ഡാൻസ് ആയി. അങ്ങനെ വെള്ളത്തിൽ നീരാടി നമ്മൾ ഓരോരുത്തരായിട്ട് കയറി. പിന്നെ സിമ്പിൾ ആയിട്ട് രാത്രി ചപ്പാത്തിയും മുട്ടയും കഴിച്ച് നമ്മൾ എല്ലാരും കിടന്നിറങ്ങി. അപ്പൊ ഓക്കെ, ബൈ.